നമസ്കാരം. കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതി കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിലൊന്നായി മാറുന്നു. കേരളത്തിലെ കർഷകർക്ക് 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ പമ്പുകൾ പ്രവർത്തിക്കുന്നതിനായി സൗജന്യമായി വെച്ച് നൽകാനുള്ള പദ്ധതിയാണിത്. ഇതിനെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റിയിരിക്കുകയാണ് വൈദ്യുതി മന്ത്രിയും അനർട്ടുമെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. 240 കോടി രൂപയുടെ പദ്ധതിയിൽ 100 കോടിയിൽ പരം വരുന്ന ക്രമക്കേടും അഴിമതിയുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് 175 കോടി രൂപ നബാർഡിൽ നിന്നും 5.25% പലിശ നിരക്കിൽ 7 വർഷ കാലാവധിയിൽ വായ്പയായി എടുത്തതാണ് ഈ 100 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തുന്നതെന്നതാണ് ഏറ്റവും അവിശ്വസനീയം. പണമില്ലെങ്കിലും അഴിമതി ഏത് വിധേനയും നടത്തുന്ന അവസ്ഥയാണിത്. 5 കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള അനർട്ട് CEO 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് മുതൽ ക്രമക്കേടുകൾ ആരംഭിക്കുന്നു. സർക്കാരിന്റെ രേഖാമൂലമായ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ സാധിക്കുന്നതെന്നത് വ്യക്തമാക്കണം. തന്റെ അധികാരപരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനർട്ട് CEOയ്ക്ക് ധൈര്യം ലഭിച്ചത് എവിടെ നിന്നാണ്? മന്ത്രിയുടെ രഹസ്യ നിർദ്ദേശമില്ലാതെ ഇത്തരം ഒരു കാര്യം ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നതെന്നും ചെന്നിത്തല ചോദിക്കുന്നു. തെളിവുകളും പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് വൈദ്യുതി മന്ത്രിയുടെ മൗന അനുവാദത്തോടെ നടന്ന ക്രമക്കേടാണെന്നത് വ്യക്തമാണ്. ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾക്കടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്ട് നൽകി വൻ വെട്ടിപ്പാണ് നടക്കുന്നത്. എവിടെ തൊട്ടാലും അഴിമതി എന്ന നിലയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തരം താണിരിക്കുന്നു. PM കുസും പദ്ധതി പ്രകാരം സോളാർ പമ്പ് സ്ഥാപിക്കാനുള്ള പ്രൊജക്ടിൽ അനർട്ട് നടത്തിയ കള്ളക്കളിയാണ് വെളിച്ചത്ത് വരുന്നത്. CAയുടെ നിയമനത്തിന് ക്രമക്കേടുണ്ടെന്നും ചെന്നിത്തല പറയുന്നു. എംപാനൽ ചെയ്ത 2 വലിയ കമ്പനികൾ പിന്മാറിയതായി ഇന്ന് വാർത്തയിൽ കാണുന്നു. അതായത് ഗ്രേഡിംഗിൽ പുറത്തായ കമ്പനികൾ വഴിയാകും ഇനിയുള്ള പ്ലാന്റ് സ്ഥാപിക്കൽ. ചുരുക്കത്തിൽ ഗുണനിലവാരം പേരിന് പോലും ഉണ്ടാകില്ല. സംസ്ഥാനത്തെ വിവിധ കൃഷിയിടങ്ങളിൽ ഉപയോഗശൂന്യമായ സോളാർ പന്തലുകൾ അവശേഷിക്കുന്ന അവസ്ഥയായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. ഈ ക്രമക്കേടുകളെക്കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണം. അനർട്ടിനെ ഉപയോഗിച്ച് വൈദ്യുതി മന്ത്രാലയം നടത്തുന്ന അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ചെന്നിത്തല പറയുന്നു. സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച്മാർക്ക് റേറ്റിന്റെ ഇരട്ടിയിലേറെ റേറ്റിന് കേരളത്തിൽ ടെൻഡർ നൽകി. 60% മുതൽ 147% വരെ റേറ്റ് വർധനയാണ് ഉണ്ടായത്. ഇത് മൊത്തം ഇടപാടിൽ ഏതാണ്ട് 100 കോടി രൂപയുടെ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾക്കും ഇതേ നിരക്ക് അനുവദിച്ചു. ഇത് പല കേസിലും അവർ കോട്ട് ചെയ്ത തുകയേക്കാൾ കൂടുതലാണ്. 5 കോടി രൂപയ്ക്ക് മാത്രം ടെൻഡർ വിളിക്കാൻ അധികാരമുള്ള അനർട്ട് CEO 240 കോടിയുടെ ടെൻഡർ വിളിച്ചു. ക്രമക്കേട് 2. ആദ്യ ടെൻഡറിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് നിരക്കിൽ നിന്ന് അധികം വ്യത്യാസമില്ലാതെ നിരക്ക് സമർപ്പിച്ച കമ്പനിയെ നീക്കം ചെയ്ത് വീണ്ടും ബിഡ് നടത്താൻ തീരുമാനിച്ചു. 240 കോടി രൂപയുടെ ആദ്യ ടെൻഡർ 2022 ഓഗസ്റ്റ് 10 ക്ഷണിച്ചു. 13 കമ്പനികളാണ് പങ്കെടുത്തത്. ഇതിൽ യോഗ്യമായ ടെക്നിക്കൽ ബിഡ് സമർപ്പിച്ച 6 കമ്പനികളുടെ ഫിനാൻസ് ബിഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ അതിഥി സോളാർ എന്ന കമ്പനിയാണ് കുറഞ്ഞ തുക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ വെച്ച ടെൻഡർ പ്രകാരമുള്ള തുക കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തുകയായി കിലോവാട്ട് ഒന്നിന് GST അടക്കം 50,472 നിന്ന് ഏകദേശം 16,000 രൂപയുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുറഞ്ഞ തുക ടെൻഡർ ചെയ്ത ഈ കമ്പനി മെയിൽ മുഖേന അവരെ ഇതിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് അറിയിച്ചതായി ഡിസംബർ 3 അനർട്ട് CEO ഫയലിൽ രേഖപ്പെടുത്തി. എന്നാൽ ഇത് സംബന്ധിച്ച മെയിലിന്റെ പകർപ്പ് ഫയൽ രേഖകളില്ല. അതായത് ഈ കമ്പനി തങ്ങൾ സ്വയം ഒഴിവായി എന്ന് പറഞ്ഞു എന്ന കാര്യത്തിൽ വേണ്ട രേഖകൾ CEO ഹാജരാക്കിയിട്ടില്ല. അതിനുശേഷം യോഗ്യരായ 6 കമ്പനികളെയും പങ്കെടുപ്പിച്ച് ഡിസംബർ 6 അനർട്ട് CEO ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഈ മീറ്റിംഗിൽ വെച്ച് ടെൻഡർ ക്യാൻസൽ ചെയ്ത് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. യോഗ്യമായ കമ്പനികളുടെ എണ്ണത്തിലുള്ള കുറവും രേഖപ്പെടുത്തിയ തുക കൂടുതലും പദ്ധതിയെ ബാധിക്കും. നബാർഡിന്റെ വായ്പാ തിരിച്ചടവ് കാലാവധി ഇത് കാരണം നീളുന്നത് കർഷകരെ ബാധിക്കും. ബെഞ്ച് മാർക്ക് വിലയേക്കാൾ വളരെ കൂടുന്നത് MNREയുടെ ശ്രദ്ധയിൽ വരും എന്നൊക്കെയാണ് അനർട്ട് CEO ഈ യോഗത്തിൽ പറഞ്ഞത്.